പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം 2 മക്കവായർ 8-18 അവൻ വീണ്ടും പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസ്യ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പ്രിയമുള്ള സഹോദരങ്ങളെ ഓർക്കുക, ലോകത്തിന്റെ ശക്തിയിലല്ല, സൈന്യബലത്താലുമല്ല, മറിച്ച് ബുദ്ധിയിലുമല്ല, ദൈവത്തിലാണ് പ്രത്യാശ വയ്ക്കുന്നതെന്ന് പറയാണ്. പശ്ചാത്തലം നമുക്കറിയാം. മക്കബിയോസ് എന്ന വ്യക്തി തൻ്റെ ജനത്തെ ആക്രമിക്കാൻ വരുന്ന വലിയ സൈന്യങ്ങളുടെ ആ ഒരു ശക്തി കൊണ്ട് യഹൂദ ജനം ഭയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ മക്കബിയോസ് സ്വന്തം ജനത്തോട് പറയുന്നതാണ്, നിങ്ങൾ നമ്മുടെ സൈന്യനിരയേക്കാൾ 10 ഇരട്ടി ആളുകളുള്ള സൈന്യമുള്ള ഒരു വ്യക്തിയാണെങ്കിലും നമ്മുടെ സൈന്യം 6000 പേര് മാത്രമുള്ളതാണെങ്കിൽ പോലും കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നമുക്ക് വേണ്ടി പോരാടും. ഇന്നത്തെ വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ പലതരത്തിലും തകർക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ, നാം ആഗ്രഹിക്കുന്ന പലതും നേടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും ദൈവത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നേറുവാനും ദൈവത്തോട് കൂടെ നിന്ന് പോരാടി ജയിക്കുവാനുള്ള ശക്തി കർത്താവ് ഇന്ന് നമുക്ക് തരുമെന്ന വാഗ്ദത്ത വചനമാണെങ്കിൽ, പ്രിയമുള്ള സഹോദര സഹോദരി, ദൈവ സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗം സമർപ്പിക്കുവാനും വേണ്ടി ഇത് വാഗ്ദത്ത പേടകം നീ സമർപ്പിക്കുക. ഇന്ന് നീ, നാളെ നീ അഭിമുഖീകരിക്കാൻ പോകുന്ന പരാജയപ്പെടും തോന്നുന്ന കാര്യങ്ങൾ, ജീവിതത്തിന്റെ അവസ്ഥയാണോ, ബിസിനസിന്റെ അവസ്ഥയാണോ, ജോലിയുടെ അവസ്ഥയാണോ, നീ സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം എനിക്ക് വേണ്ടി പോരാടും, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിന്റെ ശക്തി അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി, കുടുംബമായി ഈ ദിവസം നിന്നെ മാറ്റട്ടെ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായി ശമിശാൽ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.